കാപ്പിച്ചക്ക് സമരിക്കുന്ന തന്നെ പോലുള്ള തന്തക്ക് പറക്കാത്ത നേതാക്കന്മാർ അത് കാണില്ല. ഒരു പാവൻ ടീച്ചറെ ഈ അന്യായം ചേർത്താൽ ശിക്ഷിക്കണം. ഇങ്ങനെ പേരെന്താണെന്നറിയോ? അതൊക്കെ എനിക്കറിയാം, മമ്മൂട്ടി. എന്ത് പേരല്ലേ മമ്മൂട്ടി. എനിക്ക് പക്ഷെ ഇങ്ങേരെയല്ല ഇഷ്ടം, മറ്റേ പുള്ളിയാ. ഏത് പുള്ളി? മോഹൻലാല്. നമ്മൾ പണ്ടൊരു സിനിമയ്ക്ക് പോയത് ഓർക്കുന്നില്ല, നീ കുഞ്ഞായിരുന്നപ്പോൾ? ആ പടത്തിനകത്ത് ഈ പുള്ളിയുടെ മകനായിട്ട് അഭിനയിച്ച ആളാ. എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇഷ്ടം. ഓ, ഇയാൾക്ക് നല്ല പ്രായമുണ്ട് കേട്ടോ, മുടിയൊക്കെ നരച്ചു. ഇനിയിപ്പോൾ അധികാലവും സിനിമയിലുണ്ടാവും തോന്നുന്നില്ല. ചേട്ടാ, എന്നൊന്ന് സിനിമ കൊണ്ടുപോവോ? ഭോപ്പാൽ ആണവ ദുരന്തം നടന്നിട്ട് ഇന്ത്യക്ക് 2 വർഷം തികയുകയാണ്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ 1984 ഡിസംബർ 3-നായിരുന്നു ഇന്ത്യയുടെ ആ ഓർക്കമില്ലാത്ത രാത്രി. 2-ന് 42 വൈകുന്നേരം പിന്നീട് നടന്ന രാസപ്രവർത്തനത്തിന് ടാങ്കിലെ താപനില മുകളിൽ ഉയരുകയും ചെയ്തു. പിന്നീട് മീഥൈൽ ഐസോസൈനൈഡ് എന്ന വിഷവാതകം അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയും 30,000 ആൾക്കാരോളം മരണമടയുകയും. പോകുമ്പോൾ കുളിച്ചിട്ട് വാ, അമ്മ ചോറെടുത്ത് വെക്കാം. കുളിച്ചിട്ട് വരാം. അത് മൊത്തം വെട്ടിക്കളയാതടി, ഭിത്തിയിൽ മൊത്തം ഒട്ടിക്കാനായിട്ട്. അമ്മേ, കുറച്ച് ചോറാരോ? മൂക്ക് വിഷ്കുണ്ടോ? അതിനല്ല, എനിക്ക് ഈ ഫോട്ടോ ഭിത്തിയിൽ ഒട്ടിക്കാനാ. എന്താ മോളെ, അതാ പുസ്തകത്തിലിരുന്ന എന്താ കുഴപ്പം? തരാം. വെള്ളം വെള്ളം ഞാൻ ഇന്നും കത്തയച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു ദിവസം എന്തായാലും അതിന് മറുപടി വരും. അതെ, സ്കൂൾ തുറക്കാറായി. ഇനിങ്ങനെ കളിച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. 2 മാസത്തെ അവധിയാ, അത് കളിക്കാൻ വേണ്ടിയിട്ടല്ലേ. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പഠിക്കണം എന്നും പറഞ്ഞിട്ട് ബഹളമല്ലേ. അമ്മേ, എന്നൊന്ന് സിനിമ കൊണ്ടുപോവോ? സിനിമയ്ക്കോ? അച്ഛനോട് ചോദിക്കേ. എത്ര നേരമായി? കഴിച്ചു കഴിഞ്ഞെങ്കിൽ രണ്ടാളും പോയി കൈ കഴിയേ. അച്ഛാ, അച്ഛാ, എന്നൊന്ന് സിനിമ കൊണ്ടുപോവോ? സിനിമയ്ക്കോ? ആ, ലോട്ടസിൽ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്, മമ്മൂട്ടിന്റെ ആവനായി. ഒന്ന് കൊണ്ടുപോവോ? കുട്ടികളൊന്ന് വൈകിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോയിക്കൂടെ? അവരെത്ര നാളായിട്ട് പറയുന്ന. ഏടി, പല സിനിമകൾ ഇറങ്ങും, എല്ലാത്തിനും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇവിടെ 2 അറ്റം മുട്ടിക്കാനായിട്ട് കിടന്ന് ഓട്ടത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും ഒരുമിച്ച് നടക്കത്തില്ല. അതാദ്യം നീ മനസ്സിലാക്ക്. അപ്പോഴവളുടെ ഒരു പടം. അവരൊരുപാട് ആഗ്രഹിച്ചതല്ലേ. പിന്നെ ഇതിവിടെ തീർന്നു. ഇനി ഈ സംസാരം ഇവിടെ വേണ്ട, മനസ്സിലായല്ലോ? പിള്ളേർ പറഞ്ഞ് മനസ്സിലാക്ക്.
മോളെന്തിനാ വിഷമിക്കണേ? മക്കള് രണ്ടാളും ഒരുപാട് പഠിച്ച് ഒരു ജോലിയൊക്കെ മേടിച്ചു കഴിയുമ്പം എത്ര സിനിമയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പൊക്കൂടെ? പിന്നെന്തിനാ വിഷമിക്കുന്നേ? വിഷമിക്കണ്ട കേട്ടോ. മക്കള് പോയി കളിച്ചു. ചേട്ടനില്ലേ പുറത്ത്? പൊക്കു ചെല്ലു. ഒരുപാട് ദൂരേക്കൊന്നും പോവല്ലേ, മഴ വരുന്നുണ്ട്. പോയിട്ടോ. കൊട്ടക നിറയ്ക്കാൻ ആവനാഴി ലോട്ടസിൽ ദിവസേന 4 കളികളോടുകൂടി വിജയകരമായി മുന്നേറുന്നു. എല്ലാവരും കുടുംബത്തോടുകൂടി കൊട്ടകയിലേക്ക് വരൂ. നിങ്ങൾ നിരാശപ്പെടില്ല. കേരളത്തിൽ ഇൻസ്പെക്ടർ ബൽറാമിന്റെ ലാത്തി ചാർജ്. ദൂരേക്കൊന്നും പോകരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ നിന്റെ അടുത്ത്? ഇപ്പൊ ദേഹം മൊത്തം മുറിവായിട്ട് വന്നേക്കവൻ. ഇങ്ങ് കാണിക്ക്. സമാധാനമായി നിനക്കിപ്പോ? ഒരുപാട് വേദനിക്കുന്നുണ്ടോ? ചെറുതായിട്ട്. സാരല്ല, പോട്ടെ. എവിടെ പോവാ? കുളിക്കാൻ. ആ മരുന്നുണങ്ങിട്ട് പോയി കുളിച്ചാ മതി.
ഇയാളുടെ മോൻ എന്തേടോ തന്നെ മോൻ എന്തേ അവനെന്തേ നിങ്ങളുടെ മോൻ ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിന്റെ ഫിലിം പെട്ടി എടുത്തോണ്ട് ഓടി 2 ഷോ മുടങ്ങി. നിങ്ങൾ എന്തായി പറയുന്നത്? വന്നവരൊക്കെ ഞങ്ങളെ തെറി പറഞ്ഞുകൊണ്ട് പോവാ. നിങ്ങൾ ആ പിള്ളേരെ അതിന് സാധനങ്ങൾ വാങ്ങിത്താ. നിങ്ങൾക്ക് വല്ല വീട് മാറി പോയിരിക്കും ചേട്ടാ. ഡാ. ഡി. ഡോ ഓ ഇവനാ ദേവ മൂന്ന് അച്ഛ അച്ഛ കൊണ്ടുപോയില്ല അച്ഛ അച്ഛ കൊടുക്കരുത് അച്ഛ 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 അത് കൊടുക്കരുത് അച്ഛ 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 കൊടുക്കരുത് അച്ഛ അച്ഛോ എന്താ ഇത്? ആരവരൊക്കെ? എന്തിനാ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയേ? നീ എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നേ? ഒന്നുമില്ല. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? ഇത്ര നാളായി എന്നെക്കൊണ്ട് പറ്റണില്ല. എനിക്ക് ജനിച്ചല്ലോ എൻ്റെ ചോരയല്ലോ എന്നുള്ള തോന്നല. എനിക്ക് ആ ചെക്കനെങ്ങനെ കാണാൻ പറ്റണില്ല. പക്ഷെ അവൻ എനിക്കുണ്ടായതല്ലേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ എൻ്റെ മോനെ പോലെ? നീ എന്തായി പറയുന്നേ? എനിക്കങ്ങനെ വെറുക്കാൻ പറ്റുമോ നിന്നെ? എടി, നമ്മുടെ കൊച്ചിനെ ഒരു സിനിമയ്ക്കുണ്ടോ എനിക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. അവളത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ? പോകും, നമ്മൾ പോകും. ഞാനും നീയും നമ്മുടെ മോളും പോവും. നമ്മൾ 3 പേരും അല്ലേ? നിക്ക്. കൊണ്ടക്കൂടാ പിടിക്ക്. അപ്പൊ അല്ല, ഇതിലിപ്പോ എങ്ങനെ സിനിമയാണോ? അത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ആ പ്രൊജക്ട് റൂമിൻ്റെ ചേട്ടനില്ലേ, പുള്ളി ചെയ്യുമ്പോൾ ഞാൻ നോക്കി പഠിച്ചതാ. വാ പോവാം. അതിങ്ങനെ തന്നേക്ക്, ഞാൻ പിടിക്കാം. തായിട്ട് കളയണ്ട. എങ്ങനെ തുറന്നേ? ചേട്ടാ, ആ
ആ അതൊന്നും ആവശ്യമില്ല. ഉം. 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 ഇതെവിടുന്നാ കിട്ടിയേ? ദേ അവിടുന്ന്. ഒരെണ്ണം കൂടി വേണം. ബാ ബാ ബാ. ചേട്ടൻ എന്താ പറഞ്ഞ? മൂപ്പർക്ക് ഒരുപാട് പ്രായമായി, അധികാലമൊന്നും സിനിമയിലുണ്ടാവില്ല എന്നല്ലേ? നമുക്ക് പ്രായമായി, മൂപ്പരിപ്പോഴും അതേ നിപ്പം നിൽക്കുക. എന്ത് രസമല്ലേ? 50-52 വയസ്സുള്ള മനുഷ്യന് ഒരു മര്യാദ വേണ്ടേ? സത്യം, ഒരു മര്യാദയില്ല.